പാറശാലയിൽ ഷാരോൺ എന്ന യുവാവിന് വിഷം കൊടുത്തു കൊന്ന കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ പ്രതി ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ ജഡ്ജി അഡീഷണൽ സെഷൻസ് ജഡ്ജിയും കൂടിയാണ് എം ബഷീർ വിധി കൽപ്പിച്ചു. വിധി വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ചാനലുകാരും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഓർമ്മിക്കുന്ന സംഭവം ഏതാണ്ട് 29-30 കൊല്ലം മുമ്പ് എറണാകുളത്ത് നടന്നതാണ്. 1995 നമുക്കേവർക്ക് സുപരിചിതനായ ബി കമാൽ പാഷ എറണാകുളത്ത് രണ്ടാം അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു എറണാകുളത്ത്. അദ്ദേഹത്തിന് മുമ്പിൽ വിചാരണ ചെയ്ത ആദ്യത്തെ കേസിൽ തന്നെ അദ്ദേഹം പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കൊച്ചി നേവൽ ബേസിലെ ബീഹാറുകാരനോ മറ്റോ ആയ ഒരു ജീവനക്കാരൻ ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ഷോക്കേറ്റ് ഈ സ്ത്രീ മരിച്ചു എന്ന ധാരണയിൽ കെട്ടി തൂക്കുകയും ചെയ്തു എന്നാണ് കേസ്. കുറ്റം തെളിഞ്ഞു. കമാൽ പാഷ അദ്ദേഹത്തിന് തൂക്ക് ദണ്ഡന വിധിച്ചു. അന്ന് പല ആളുകളും അത്ഭുതപ്പെട്ടു. ഒന്നാമത്തെ കേസിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ ധൈര്യവും സ്ഥൈര്യവും ഉള്ള ഒരു ജഡ്ജി, ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് രണ്ടാമത്തെ കേസ് അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നു. അത് ഒരു സിവിൽ കേസിലെ വാദിയെ അതേ കേസിലെ പ്രതി കോടതി വളപ്പിൽ വെച്ച് കുത്തിക്കൊന്ന കേസ്. അതിലും തെളിവ് ധാരാളം ഉണ്ടായിരുന്നു. കാരണം കുറ്റം കണ്ടവരും കേട്ടവരും പോലീസുകാരും അടക്കം സാക്ഷികളായിരുന്നു. 3 കുത്താണ് ഈ ഹതഭാഗ്യൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ഒന്ന് കോടതി വരാന്തയിൽ വെച്ച്, മറ്റത് കോടതി വളപ്പിൽ വെച്ച്, മൂന്നാമത്തത് കോടതി ഗേറ്റിന് പുറത്ത് വെച്ച്. ധാരാളം സാക്ഷികളുണ്ടായിരുന്നു. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കമാൽ പാഷ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ കോടതി എന്ന് പറഞ്ഞൊരു സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ വച്ച് നീതിയുടെ താല്പര്യത്തിന് വിപരീതമായ സംഭവം ഉണ്ടാകുന്നത് നമുക്ക് ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് അപൂർവത്തിൽ അത്യപൂർവമാണ്, ഇവനെ തൂക്കിയേ മതിയാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതും തൂക്കാൻ വിധിച്ചു. അതിൻ്റെ പുറകെ മൂന്നാമത്തെ കേസ് അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നതിൻ്റെ വസ്തുതകൾ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതിലും കമാൽ പാഷ തൂക്കാൻ വിധിച്ചു. ഇങ്ങനെ 3 in a row അഥവാ ഹാട്രിക്ക് പൂർത്തീകരിച്ച സമയത്ത് തൊട്ടപ്പുറത്ത് ഒന്നാം അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇരുന്നിരുന്ന ജഡ്ജി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ലാത്തതല്ല, ഓർമ്മയുണ്ട്, ആൾ മരിച്ചു എന്നോട് പറയുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം വളരെ സെൻസിബിളായിട്ടുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം മുൻസിപ്പായിട്ട് ജോലിയിൽ കയറി, പിന്നെ സബ് ജഡ്ജിയായിട്ട് ഉയർന്ന്, അത് കഴിഞ്ഞ് ജില്ലാ ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടിയ ആളാണ്. അദ്ദേഹം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജിയാണ്. എന്ന് മാത്രമല്ല, ഈ മെത്രാൻ കക്ഷി ബാവ കക്ഷി കേസുകൾ വിചാരണ ചെയ്തതും അദ്ദേഹത്തിന് മുമ്പിലാണ്. സാധാരണക്കാരായ ഏത് ജഡ്ജി കേട്ടാലും പ്രാന്താവുന്ന കേസാണ്. അതുപോലും വളരെ നിഷ്പക്ഷമായിട്ട് നീതിയുക്തമായിട്ട് വിധിച്ചിരുന്ന ആളാണ് അപ്പുറത്തെ കോടതിയിലെ ജഡ്ജി. ഞാൻ പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ആൾ. ഞാൻ പറഞ്ഞത്, ഈ 1 മുതൽ 3 വരെ കേസുകൾ കമാൽ പാഷ തൂക്കം വെച്ചപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ജഡ്ജിയുടെ ഭാര്യ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഈ ജില്ലാ ജഡ്ജിയായിട്ട് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ തൂക്കാൻ പവറുള്ളൂ, അത് നമ്മളെപ്പോലെ ഇങ്ങനെ മുനിസിപ്പാലിറ്റി കയറി പ്രൊമോഷൻ കിട്ടി സബ് ജഡ്ജിയായി പിന്നെ ജില്ലാ ജഡ്ജിയായി അവർക്ക് തൂക്കാൻ പവറുണ്ടോ? ഇതാണ് സ്ത്രീയുടെ ചോദ്യം. അപ്പോൾ ഈ ജഡ്ജിക്ക് നിയമം നന്നായിട്ട് അറിയുന്ന ആളാണ്. പുള്ളി ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, അങ്ങനെ തൂക്കിക്കൊല്ലാനൊന്നും പാടില്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് സുപ്രീം കോടതി പല മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി ആ മാനദണ്ഡങ്ങളൊക്കെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ വർണ്ണന കേട്ട് അവർക്ക് ഉറക്കം വരികയും കോട്ടുവായിടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോഴത്തേക്കും പാഷ 4ാമത്തെ കേസ് തൂക്കാൻ വിധിച്ചു. ഒന്ന് ആലോചിച്ചു. ആ സമയത്ത് ഇപ്പുറത്തെ കോടതിയിലെ ജഡ്ജിയുടെ ഭാര്യ പിന്നൊന്നും ചോദിച്ചില്ല. അവർക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തെ കൊണ്ട് ഇതിനൊന്നും പറ്റുകയില്ല, പുള്ളിക്കാരൊന്നും പവറില്ല, കോമ്പിറ്റൻസ് ഇല്ല എന്നുള്ള കാര്യം ബോധ്യമായി. പക്ഷേ ഭാര്യയ്ക്ക് ബോധ്യമായെന്ന കാര്യം ജഡ്ജിക്ക് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കേസ് വരുന്നത്. ആ കേസിൻ്റെ വസ്തുക്കൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ചെല്ലാനം ഭാഗത്ത് പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നടന്ന ഒരു ദുഃഖകരമായ സംഭവമാണ്. ഇയാൾ ദരിദ്രനാണ്, ഭാര്യ വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ആ വഴക്കിൻ്റെ മൂർധന്യത്തിൽ ഇയാൾ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് അരിവാൾ തട്ടിപ്പറിച്ച് വെട്ടിക്കൊന്നു. അമ്മായിയമ്മ ആ സമയത്ത് നിലത്ത് ഇരുന്ന് ചക്ക മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചക്ക മുറിച്ചുകൊണ്ടിരുന്ന അമ്മായിയമ്മയിൽ നിന്ന് അരിവാൾ തട്ടിപ്പറിച്ച് വെട്ടി. ഒരു വെട്ടേ ഉള്ളൂ. കഷ്ടകാലത്തിന് വെട്ട് കഴുത്തിലാണ് കൊണ്ടത്. വയസ്സായ സ്ത്രീയാണ്, മരിച്ചുപോയി. ഇത് ശരിക്കും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണെങ്കിൽ കൊലപാതകത്തിൻ്റെ നിർവചനത്തിൽ പോലും വരികയില്ല. കാരണം ഒന്നാമത് ഒരു വലിയ പ്രകോപനത്തിലാണ് സംഭവം നടന്നത്, വഴക്കിലാണ്. രണ്ടാമത് ഇയാൾക്ക് കൊല്ലാനുള്ള ഉദ്ദേശമില്ല. കാരണം ആയുധം അയാൾ കൊണ്ടുപോയതല്ല, ഈ സ്ത്രീയുടെ നിന്ന് വാങ്ങിയതാണ്.
മൂന്നാമത് ഒരു വെട്ടേ ഉള്ളൂ. ഈ ഒരു വെട്ട് മാത്രമേ ഉള്ളൂ. കഷ്ടകാലത്തിൽ കഴുത്തിലായിപ്പോയി എന്ന് മാത്രം. അപ്പോൾ കൊള്ളാവുന്നൊരു വക്കീൽ നടത്തുകയാണെങ്കിൽ ഇത് നരഹത്യക്ക് ഏറ്റവും കൂടി ഇത് 10 കൊല്ലം തടവിൽ നിർത്തേണ്ട അല്ലെങ്കിൽ നിൽക്കേണ്ട കേസാണ്. പക്ഷേ ഈ പ്രതിക്ക് കാര്യമായ വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് കോടതിയിൽ നിന്ന് വെച്ചു കൊടുത്ത ഈ സ്റ്റേറ്റ് ബ്രീഫായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്റ്റേറ്റ് ബ്രീഫുകാരൻ കേസ് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ കവളത്താണ് എന്നുള്ളതുകൊണ്ട് വിചാരണയൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു. മാത്രമല്ല സാക്ഷിമൊഴികളൊക്കെ വളരെ ശക്തമാണ്. ഈ പ്രതിയുടെ ഭാര്യ, അതായത് മരിച്ചുപോയ ആളുടെ മകളടക്കം പ്രതിക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് മൊഴി കൊടുത്തത്. എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ജഡ്ജി അയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അതിന് പ്രത്യേകിച്ച് അധ്വാനമൊന്നും വേണ്ടി വന്നില്ല. അതിന് പുറത്ത് ഇയാളെ മരണം വരെ തൂക്കിക്കൊല്ലാൻ പറ്റൂ. അതിന് പുള്ളി പറഞ്ഞ റീസണാണ് പ്രധാനം. ഈ റീസൺ ഈ കേൾക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ വെച്ചാൽ, ഒരാൾ സ്വന്തം അമ്മായിയമ്മയെ കൊല്ലുക എന്ന് പറയുന്നത് അപൂർവമാണ്. അതും ചക്ക മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരിവാൾ തട്ടിപ്പറിച്ച് വെട്ടിക്കൊല്ലുക എന്നുള്ളത് ലോകചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് ഈ പ്രതിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടു. ഇയാളെ തൂക്കിക്കൊന്നാൽ മാത്രമേ നീതിയുടെ താല്പര്യങ്ങൾ നിറവേറുകയുള്ളൂ എന്നാണ്. അങ്ങനെ പ്രതിക്ക് മരണശിക്ഷ വിധിച്ചു. ഇത് വിധിക്കുമ്പോൾ ജഡ്ജിക്ക് അറിയാം ഇതിന് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ ചെല്ലുന്ന താമസമേ ഉള്ളൂ, അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത്, ഏതവനും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നീതിമാനായ അതർവൈസ് ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജി പോലും ഇങ്ങനൊരു വിധി കൽപ്പിച്ചത് എന്നാണ്. ഈ ഗ്രീഷ്മയുടെ കേസ് വിധി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ അഡീഷണൽ ജില്ലാ ജഡ്ജി, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പുള്ളി വടക്കാഞ്ചേരി സ്വദേശിയാണ്. ഈ വടക്കാഞ്ചേരിക്കാരനായ ജഡ്ജിക്ക് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഒരു അന്തസ്സ് ഉണ്ട്. അത് അല്പം കൂടി ഉയർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തിന് കയ്യടി കിട്ടും. ഈ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഇതാ ഷാരോണിന് നീതി കിട്ടി എന്ന് കരുതി ഇത് കേട്ട് കോരിത്തരിക്കുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ ഈ കേസിൽ കുറ്റം തെളിഞ്ഞാൽ തന്നെ ജീവപര്യന്തത്തിൽ കൂടുതൽ വിധിക്കാനുള്ള കേസില്ല. നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അതിനുള്ള സാമഗ്രിയില്ല. മാത്രമല്ല, പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞത് ഇത് അപൂർവത്തിൽ അത്യപൂർവമല്ല, ഇത് അപൂർവത്തിൽ അത്യപൂർവമല്ല, അത്യപൂർവത്തിൽ അപൂർവമല്ല, ഇതൊരു സാധാരണ കൊലപാതകം തന്നെയാണ്, ഇതിന് ജീവപര്യന്തം കൊടുത്താൽ മതിയെന്ന്. പക്ഷേ പ്രോസിക്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞാൽ ജഡ്ജി സമ്മതിക്കില്ല. ജഡ്ജി പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല. ഉന്നയി വിടമാട്ടേൻ അങ്ങനെയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. വധശിക്ഷ വിധിച്ച നീതിമാനായ ജഡ്ജിയെ ഞാൻ തല കുനിച്ച്, നമ്മുടെ സംഘടനയിൽ പണ്ട് പ്രവർത്തിച്ച ആൾ കൂടിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനം കൂടി എനിക്കുണ്ട് എന്ന് വെച്ചോളൂ. ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുക എല്ലാവരും ഇതുപോലെയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയല്ല. ഏതായാലും ഇദ്ദേഹം പണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നീതിബോധത്തിൻ്റെ മുമ്പിൽ നമ്ര ശീർഷനായി നിൽക്കുകയാണ്. ഏതായാലും ഗ്രീഷ്മയ്ക്ക് കുറച്ചാൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതിൽ ആ ഒരു സംശയമില്ല. ഇത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പ്രവചനവും നടത്തുന്നില്ല. ഇതുപോലെ നിരവധി അനവധി കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ന്യായാധിപന്മാർ ഈ രീതിയിലൊക്കെ വിധി കൽപ്പിക്കുന്നത് അത്ര അപൂർവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാലും എനിക്കാകെ ഒരു ഖേദമുള്ളത് ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നുള്ളതല്ല. അത് വിധിച്ചു കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേനയുടെ നിബ്ബ് കുത്തിയൊടിച്ചു എന്നുള്ളതാണ്. ഈ ജഡ്ജി ഈ വിധി കൽപ്പനയിൽ ഒപ്പിടാൻ വേണ്ടി വില കുറഞ്ഞ എന്തെങ്കിലും പേന മേടിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ആ കുത്തിയൊടിച്ച നിബ്ബിനോടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്ക് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഇരകൾക്കും നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.